പാലൂരിലെ തൂക്കുപാലങ്ങൾക്ക് ഒടുവിൽ ശാപമോക്ഷം. വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് പാഴൂർ, കളമ്പൂർ പാലങ്ങളുടെ ഉടമസ്ഥാവകാശം നഗരസഭയ്ക്ക് വിട്ടു നൽകി ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കി. മുൻ ഭരണസമിതികളുടെ അവഗണന മൂലം തകർച്ചയിലായ പാലങ്ങൾ നിലവിലെ നഗരസഭയുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ തിരിച്ചുപിടിച്ചിരിക്കുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ച് പാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ. പിറവത്തെ ജനങ്ങളുടെ വർഷങ്ങൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ശാപമോക്ഷം. അപകടാവസ്ഥയിലായിരുന്ന പാഴൂർ തൂക്കുപാലത്തിന്റെയും നിർമ്മാണം പൂർത്തിയായ കളമ്പൂർ തൂക്കുപാലത്തിന്റെയും ഉടമസ്ഥാവകാശം ഒടുവിൽ പിറവം നഗരസഭയ്ക്ക് വിട്ടുകിട്ടി. ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ കാരണം നാളിതുവരെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതിരുന്ന പാലങ്ങൾക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ പുതിയ ജീവൻ ലഭിക്കുന്നത്. 100-ലധികം കുടുംബങ്ങളും നിരവധി സ്കൂൾ കുട്ടികളും നിത്യേന ആശ്രയിക്കുന്ന പാഴൂർ കാക്കാട് തൂക്കുപാലം 2013-ലാണ് പൊതുമേഖലാ സ്ഥാപനമായ KEL നിർമ്മിക്കുന്നത്. എന്നാൽ നിർമ്മാണം കഴിഞ്ഞ 13 വർഷം പിന്നിട്ടിട്ടും ഇരുമ്പിൽ തീർത്ത ഈ പാലത്തിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നില്ല. തുരുമ്പെടുത്ത് നശിച്ച കൈവരികളും ഇളകിമാറിയ തറയിലെ ഷീറ്റുകളുമായി ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായ അവസ്ഥയിലായിരുന്നു ഈ പാലം. എറണാകുളം, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കളമ്പൂർ തൂക്കുപാലത്തിന്റെ അവസ്ഥയും സമാനമായിരുന്നു. ചരിത്രപ്രസിദ്ധമായ പാഴൂർ മഹാശിവരാത്രിക്കും കളമ്പൂർ കാവ് പാന ഉത്സവത്തിനും എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് ഏറെ സഹായകരമായിരുന്ന ഈ പാലങ്ങളിലൂടെ ഉത്സവകാലങ്ങളിൽ ജനങ്ങൾ ജീവൻ പണയം വെച്ചാണ് യാത്ര ചെയ്തിരുന്നത്. പിറവം നഗരസഭയുടെ പുതിയ ഭരണസമിതിയുടെയും ചെയർമാൻ KR പ്രദീപ് കുമാറിന്റെ ശക്തമായ ഇടപെടലുകളാണ് ഇപ്പോൾ ഈ തീരുമാനത്തിന് വഴിയൊരുക്കിയത്. പാഴൂര് ഒരു തൂക്കുപാലം വേണം എന്നുള്ളത് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഒരു തൂക്കുപാലം നിർമ്മിക്കുക എന്നുള്ള അടിയന്തിരമായ ശ്രദ്ധ ഗൗരവപൂർവം സർക്കാർ തലത്തിൽ ആലോചിച്ചത്. അതിനെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 2013-ലാണെന്ന് തോന്നുന്നു തൂക്കുപാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് ഏറെ താമസിയാതെ തന്നെ തൂക്കുപാലം നിർമ്മിച്ചു. അതിൻ്റെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനമായിരുന്ന KELലിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ KELലിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി ആ തൂക്കുപാലം നിർമ്മിച്ച് ഇപ്പോൾ 2 കരകളിലുമുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണ്. ഈ തൂക്കുപാലം അത് നമ്മുടെ ആശയിൽ ഉൾപ്പെടുത്തുവാൻ മുൻകാല ഭരണസമിതികൾ തയ്യാറാകാത്തതിനെ തുടർന്ന് അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം മുടങ്ങിപ്പോയി. ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു ആഗ്രഹമായി അവരുടെ ആവശ്യമായി ഇതിനെ കണ്ടുകൊണ്ട് ഈ തൂക്കുപാലം ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടൊക്കെ ശരിയാണ്, എങ്കിൽ പോലും ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുവാനായിട്ട് തീരുമാനിച്ചത്. അത് ഞങ്ങൾ കൗൺസിലിലൊക്കെ ചർച്ച ചെയ്തു. എന്തൊക്കെയാലും അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. പാലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ G പ്രിയങ്കയ്ക്കു നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കളക്ടറുടെ ഔദ്യോഗിക ഉത്തരവ് ലഭിച്ചതോടെ ഇരു തൂക്കുപാലങ്ങളും പിറവം നഗരസഭയുടെ ആസ്തി വിവര പട്ടികയിൽ ഉൾപ്പെടുത്തി. പാലങ്ങളുടെ തുടർ സംരക്ഷണ ചുമതല നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ഫണ്ടുകൾ ലഭ്യമാക്കി എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ തീർത്ത് യാത്ര സുരക്ഷിതമാകുമെന്ന ഉറപ്പിലാണ് നഗരസഭ. ഇതോടെ പിറവത്തെ ജനങ്ങളുടെ വലിയൊരു യാത്രാ ദുരന്തത്തിനാണ് ശാശ്വത പരിഹാരമാകുന്നത്. ന്യൂസ് ബ്യൂറോ, പിറവം. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.